നിങ്ങൾ ഇന്നേ വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു പദ്ധതി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. പേരെന്താണ്? മുഹമ്മദ് റിഷാദ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ലാൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുക്കണം എന്നൊരു പ്ലാനിൽ വരാൻ കാരണം? നമ്മളെ കമ്പനി ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മളുള്ളത്. അപ്പൊ ഒരുപാട് ആളുകളെ സ്വപ്നമാണ്, ഒരു ബേസിക് ആയിട്ടുള്ള സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. എത്രയോ ആളുകൾ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വർഷങ്ങളോളം ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ പല വിധ പ്രയാസത്തിലും ജോലി ചെയ്ത് അവരുടെ ജീവിതത്തിന് നല്ല സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരാളെ സംബന്ധിച്ച് ഒരു 10 സെന്റ് സ്ഥലം ആള് വാങ്ങുകയാണ്. ആ സ്ഥലം വാങ്ങാൻ തന്നെ ചിലപ്പോ 5-6 വർഷം ഗൾഫിൽ പോയി പണിയെടുക്കണം, മറ്റേ ബിസിനസ് ചെയ്യണം. അപ്പൊ അയാൾക്ക് എന്തില്ല, അപ്പോഴും വീട്ടില് ഫാമിലി ഒന്നിച്ച് താമസിക്കുകയാണ്. അപ്പോഴും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നില്ല. പിന്നീട് ആ സ്ഥലം വാങ്ങി വീണ്ടും അയാൾ ഗൾഫിൽ പോയിട്ട് ഒരു 5-6 വർഷം പണിയെടുത്തിട്ടാണ് എന്താവുന്നത്? ഒരു വീടാവുന്നത്. മനുഷ്യന്റെ ആയുസ്സിൽ 3/4 ഭാഗം സമ്പാദിക്കുന്നത് ഒരു വീടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നമുക്കൊരു പകുതി പൈസക്കിൽ അല്ലെങ്കിൽ ഒരു ഡൗൺ പേയ്മെന്റ് കുറച്ചൊരു വീട് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആ ഒരു പ്ലോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി പൈസക്കാർക്ക് വീട് ഉണ്ടാക്കാലോ. എന്നിട്ട് താമസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ EMI ആയിട്ട് പൈസ അടിച്ചു തന്നാൽ മതി. മറ്റേത് താമസിക്കാതെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ പലിശ രഹിതമായിട്ടാണെന്ന് കേട്ടു ഞാൻ. അത് സത്യമാണോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് 1 രൂപ പോലെ എക്സ്ട്രാ പലിശ അല്ലാതെ തന്നെയാണ്. വേറെ ഒരു രീതിയിലുള്ള ചാർജും ഉണ്ടാവില്ല. എത്രയാണോ നമ്മള് ഭൂമിക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്ന വില അതിനെ തിരിച്ചു തന്നാൽ മതി. ഭൂമിയുടെ ആണെങ്കിൽ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിലും ആ സ്കീം തന്നെ ഉണ്ടോ നിലവില്? വീട് നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, ഇതേ സ്കീമിൽ തന്നെ പലിശ രഹിതമായിട്ട് തന്നെ 100% പലിശ രഹിതമായിട്ടും വീടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. വീടിനാണെങ്കിൽ ഇവര് പൈസ ഫസ്റ്റ് എമൗണ്ട് എത്രയാണ് തരേണ്ടത്? വീടിന്റെ പൈസ എന്ന് പറയുമ്പോ നമ്മളിപ്പോ സ്ഥലം അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ വീട് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ പകുതി പൈസ തന്നു കഴിഞ്ഞാൽ ബാക്കി പൈസക്ക് ഒരു 3 വർഷം വരെ നമുക്ക് സമയം കൊടുക്കാൻ പറ്റും. 3 വർഷം വരെ കൊടുക്കാം. ഇപ്പൊ ചില ആൾക്കാർ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് ബന്ധപ്പെടാറുണ്ട്. ഭൂമിയും അതോടൊപ്പം ഒരു വീടടക്കം മൊത്തത്തില് നമ്മളെല്ലാം ഫുൾ ഫിനിഷിംഗ് ആക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്കീം കാലാവധി കുറച്ച് കൂട്ടി കൊടുക്കാൻ പറ്റുമോ? കാലാവധി നമുക്ക് 3 വർഷമാണ് ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കസ്റ്റമർ വന്നിട്ട് അവന്റെ ആവശ്യം പറയുമ്പോൾ അത് നമ്മൾ 4-5 വർഷക്കാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ എത്ര വലിയ ലോങ് കാലാവധി ആകുമ്പോൾ നമുക്ക് എന്താണ് ഇതിമൊന്നും കിട്ടും നമ്മൾ, കാരണം പലിശ ഒന്നും വാങ്ങുന്നില്ല. അതെ. പക്ഷെ എന്നാലും നമുക്ക് കസ്റ്റമറെ ഒരു കസ്റ്റമേഴ്സിനായിട്ട് അവന്റെ ആവശ്യം പരിഗണിച്ച് ഓരോരുടെ സ്വപ്നമാണല്ലോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രിയ കസ്റ്റമർ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ റിയാസ് ഭായി പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഭൂമി വേണമെങ്കിൽ ഉദാഹരണം പറയാം, 10 സെന്റ് ഭൂമി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 1.5 ലക്ഷത്തിൻ്റെ ഭൂമിയുണ്ട്, 2 ലക്ഷത്തിൻ്റെ ഭൂമിയുണ്ട്. അപ്പോൾ ഒരു 1.5 ലക്ഷത്തിൻ്റെ ഭൂമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 7.5 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക, ബാക്കിയുള്ള പൈസക്ക് 3 വർഷം കാലാവധി. ആ രീതിയിൽ നിങ്ങൾ ഭൂമി മാത്രം വാങ്ങണം, എന്നിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് പൈസ ഉണ്ടാകുമ്പോൾ വീട് വെച്ചോളാം എന്നുള്ള പ്ലാനുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ഭൂമി ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് വേണം, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളൊരു വീട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട്, ബാക്കിയുള്ള പൈസ അടവിന് ഞങ്ങൾക്ക് 3 വർഷം 5 വർഷം കാലാവധിക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കും 5 വർഷം വരെ, 3 വർഷം മുതൽ 5 വർഷം വരെ കാലാവധിക്കുള്ളിൽ ഇവർ വീട് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഗോൾഡൻ ചാൻസ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് തന്നെയാണ് രംഗത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു മौका आप पकड़ो, जब भी हमेशा मौका नहीं मिलता है, अभी मौका है, अभी चौका मार दो.